ഡ്രോണിലൂടെ നിങ്ങൾ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ പകരുന്ന മൂന്നാറിൻ്റെ ഭംഗി വളരെ മനോഹരമാണ്. ആകാശത്ത് നിന്ന് കാണുന്ന ഭംഗി വളരെ മനോഹരമാണ്. നമ്മൾ കാറിലിരുന്ന് പോകുമ്പോഴും ഒക്കെ കാണുന്നതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടെ ഉയരത്തിലിരുന്ന് ഈ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പച്ച പട്ട് വിരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്നതും ഇതിൻ്റെ ഭംഗിയും ഈ മിസ്റ്റ് മഴ ഇതെല്ലാം ആസ്വദിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ അതൊരു ടൂറിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇതൊരു ലോക്കൽ ബസ്സല്ല, സാധാരണ ആളുകളെ കയറ്റി ടിക്കറ്റ് കൊടുത്ത് ഓടുന്ന ഒരു ബസ്സല്ല, ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വന്നതുമല്ല. ഇത് ഒരു ടൂറിസം KSRTCയുടെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പകൽ സമയത്ത് ഓടാൻ വേണ്ടിയുള്ളതാണ്. ഇത് കാണുന്ന ഈ ലൈറ്റുകളൊന്നും നമ്മൾ ഓൺ ചെയ്യില്ലാണ്. ഇപ്പോൾ ഈ ലൈറ്റ് ഓൺ ചെയ്ത് ആര് കാണും? പകലല്ലേ, രാത്രി ഇത് ഓടിക്കുന്നില്ല. ഇതിന് ഹെഡ്ലൈറ്റ് പോലും ആവശ്യമില്ല. ഇതിന് മുകളിലിരുന്നു കൊണ്ട് കാണാം. മൂന്നാറാകുമ്പോൾ തണുപ്പുണ്ടെങ്കിൽ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് തുറന്നു വയ്ക്കാം. മഴയൊക്കെ വരുമ്പോൾ വളരെ മനോഹര കാഴ്ചയായിരിക്കും. അത് തീർച്ചയായിട്ടും ദൃശ്യമാധ്യമങ്ങൾ അത് പകർത്തി ആസ്വാദിക്കേണ്ട മനോഹാരിത പകർത്തി ജനങ്ങളെ കാണിച്ച് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ലോകത്തു നിന്ന് എവിടെ നിന്നും വരുന്ന ടൂറിസ്റ്റുകൾക്ക് മൂന്നാറിലെത്തുമ്പോൾ ഇതൊരു ടൂറിസം മറ്റൊരു അട്രാക്ഷൻ. ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ഈ മോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന നമ്മൾ ബസ്സിൻ്റെ കാറിൻ്റെ മുകളിൽ കയറുന്ന യാത്ര ചെയ്യുക, ഡോറിൽ അതൊന്നും വേണ്ടല്ലോ. ഇതിരുന്ന മനോഹരമായിട്ട് കാണാം, സേഫാണ്, സെക്യൂറാണ്, വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. പോകുന്ന റോഡിൽ ഈ തേയിലത്തോട്ടങ്ങൾ, ഈ റോഡിലൂടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകുമ്പോഴുള്ള ഭംഗി, പിന്നെ മറ്റ് പ്രകൃതിയുടെ കാഴ്ചകൾ. മിസ്റ്റ് വരും രാവിലെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ മിസ്റ്റിലൂടെ ഈ വണ്ടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ആ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ മിസ്റ്റ് കടന്നു പോവുക. പിന്നെ മഴ സീസണിൽ ഇത് ഓടിക്കാൻ പറ്റും. മഴ സീസണിൽ മഴവെള്ളം ഇതിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴയുടെ ടൂറിസം എന്ന് തന്നെ പറയുന്നത് വളരെ അട്രാക്ഷനാണ്. മഴയുടെ ടൂറിസം പല രാജ്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇതൊരു മഴയുടെ ടൂറിസം കൂടിയാണ് മനസ്സിൽ കാണുന്നത്. അപ്പോൾ സീസൺ ഇല്ല ഇതിന്, എല്ലാ സീസണിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാറിൽ വരുന്ന ആളിന് ഇതൊരു ഞാൻ റോയൽ വ്യൂ ബസ്സിലൊന്ന് കയറും എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അഡ്വാൻസായി ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ ബുക്കിങ്ങിനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. കൂടുതൽ ബസ്സുകൾ വേണം. അവിടെ ഇന്നൊരു സമരം ഉണ്ടായിരുന്നു, ഇവിടെ ബസ്സുകൾ കുറവാണെന്നും പറഞ്ഞാൽ തോന്നുന്നു. കാര്യം പറഞ്ഞില്ല. സാധാരണ സമരം വരുമ്പോൾ നേതാക്കൾ വന്ന് കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഇന്ന കാര്യത്തിനാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുപോലുള്ള ടൂറിസം സ്പോട്ടുകളിലേക്ക് കൂടുതൽ ബസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു സമരമായിരുന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4-5 വണ്ടി എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.